സ്ഥിരം വി സിയെ നിയമിക്കുന്നതുവരെ നിലവിലെ വി സിമാർ തുടരുന്നതിന് പുതിയ വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ ചാൻസലറോട് സുപ്രീം കോടതി. സ്ഥിരം വി സി നിയമനത്തിന് സർക്കാരിന്റെ നടപടികളോട് ചാൻസലർ സഹകരിക്കണം. വി സി നിയമനങ്ങൾ രാഷ്ട്രീയം കലർത്തരുതെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ആർ അച്യുതൻ ഡൽഹിയിൽ ചെയ്യുന്ന അച്യുതൻ, വി സി നിയമനത്തിൽ സർക്കാരോ ചാൻസലറോ അന്തിമ അതോറിറ്റി എന്ന ചോദ്യത്തിലേക്ക് ഈ സുപ്രീം കോടതി നിരീക്ഷണം പോയിട്ടില്ല. അതിനപ്പുറത്തേക്ക് പ്രശ്നമുടൻ പരിഹരിക്കണം. ചോദ്യം, ഈ വി സിയെ ഗവർണർ സർക്കാർ കൊടുക്കുന്ന ലിസ്റ്റിൽ നിന്ന് പ്രഖ്യാപിക്കുമെന്നുള്ളതാണ്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നിരീക്ഷണങ്ങൾ? സുഹേലി, ഹർജി പരിഗണിക്കുമ്പോൾ സുപ്രീംകോടതി നിരീക്ഷണം അധികാരം ആരുടെ കയ്യിൽ എന്നുള്ളതല്ല. ഇവിടെ പ്രശ്നം വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ് എന്നതായിരുന്നു സുപ്രീംകോടതി നടത്തിയ പ്രധാന നിരീക്ഷണം. കാരണം ഇവിടെ ബുദ്ധിമുട്ടിലാകുന്നത് വിദ്യാർത്ഥികളുടെ ഭാവിയാണ് എന്നതുകൂടി സുപ്രീം കോടതി ഓർമ്മിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഈ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചാൻസലറും സംസ്ഥാന സർക്കാരും തമ്മിലൊരു യോജിപ്പുണ്ടാകണം. എന്നാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയൂ. ഒപ്പം തന്നെ രണ്ട് സർവകലാശാലകളിലും സ്ഥിരം വി സിമാരെ ഉടൻ നിയമിക്കാൻ കൂടി സുപ്രീം കോടതി നിർദ്ദേശം നൽകി. സ്ഥിരം വി സിയെ നിയമിക്കുന്ന കാലയളവ് വരെ നിലവിലെ വി സിമാരോട് തുടരാൻ ഉള്ള നിർദ്ദേശം നൽകി. അതിനുവേണ്ട പുതിയ വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ ചാൻസലറോട് സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ സ്ഥിരം വി സി നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ തീരുമാനങ്ങളോട് യോജിക്കാൻ കൂടി സഹകരിക്കാൻ കൂടിയാണ് ചാൻസലറോട് ഈ കാര്യത്തിൽ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ വിഷയങ്ങളിൽ വെറുതെ രാഷ്ട്രീയം കലർത്തരുത് എന്ന ഒരു നിർദ്ദേശം കൂടി കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. സുഹേൽ, സർക്കാരിനോട് സഹകരിക്കണമെന്ന് കോടതി പറയുമ്പോൾ ചിലപ്പോൾ സർക്കാർ കൊടുക്കുന്ന ഈ സെലക്ട് ലിസ്റ്റിൽ തന്നെ വി സിക്ക് ചാൻസലർക്ക് വി സി നിയമിക്കേണ്ടി വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആർ അച്യുതനാണ് വാർത്തയിൽ വിശദാംശങ്ങൾ നൽകിയത്.